ഗുരുവായൂർ അമ്പലത്തിനടുത്ത് വേങ്ങിലശ്ശേരി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെയാണ് കുറൂരില്ലം സ്ഥിതി ചെയ്തിരുന്നത്. വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 360ഓളം വർഷങ്ങൾക്ക് മുൻപ് ആ ഇല്ലത്തിൽ ജീവിച്ചിരുന്ന ശ്രീകൃഷ്ണന്റെ പരമഭക്തയായിരുന്ന ഒരു അമ്മയാണ് കുറൂരമ്മ. ഭഗവാൻ ശ്രീകൃഷ്ണനെ അറിയുക എന്നുള്ളത്, ആ ഭക്തിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് നമ്മുടെ പൂർവജന്മ സുകൃതം കൊണ്ട് ലഭിക്കുന്നതാണ്. ആ സുകൃതം ലഭിക്കുന്നവർക്ക് മാത്രമേ ശ്രീകൃഷ്ണനോട് അകമഴിഞ്ഞ ഭക്തി, ആ സ്നേഹം, ഒരു ജന്മം മുഴുവനും അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് പൂജിച്ച് സ്നേഹിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ നിയോഗം, ആ സുകൃതം ലഭിച്ച ആളായിരുന്നു കുറൂരമ്മ. തൃശ്ശൂരിനടുത്ത് പൊരൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ ഇല്ലത്തിലാണ് ഗൗരി അന്തർജനം ജനിക്കുന്നത്. കുറൂരമ്മയുടെ യഥാർത്ഥ നാമധേയമാണ് ഗൗരി. ഗൗരി ചെറുപ്പം മുതലേ കൃഷ്ണഭക്ത തന്നെയായിരുന്നു. അങ്ങനെ വളരെ പ്രശസ്തനായിട്ടുള്ള വേദ പണ്ഡിതനായിട്ടുള്ള കുറൂരില്ലത്തിലെ ഒരു മൂത്ത കാരണവർ ഗൗരിയെ വേളി കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ ഗൗരി വേളി കഴിഞ്ഞ് തൃശ്ശൂരിലെ കുറൂരില്ലത്തിൽ എത്തിച്ചേരുകയാണ്. മൂത്ത കാരണവരുടെ ഭാര്യ ആയതുകൊണ്ട് തന്നെ കുടുംബത്തിലെയും മൂത്ത അന്തർജനമായി മാറുകയാണ് കുറൂരമ്മ. വളരെയേറെ പ്രായവ്യത്യാസം ഉണ്ടായിരുന്ന ഒരു നമ്പൂരിയായിട്ടായിരുന്നല്ലോ ഗൗരി അന്തർജനത്തിന്റെ വിവാഹം. 16ാമത്തെ വയസ്സിൽ വിധവയാകപ്പെടുകയാണ് ഗൗരി അന്തർജനം. ആ നമ്പൂരി മരണപ്പെടുകയാണ്. അങ്ങനെ കുറൂരില്ലത്തില് വിധവയായ ഗൗരി അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. വിധവകൾക്ക് ആ സമയത്ത് അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടാണ്. അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല. അവരെ കാണുന്നത് തന്നെ ദുശകുനാണെന്നൊക്കെ പറയും. അങ്ങനെ വല്ലാത്തൊരു ജീവിതമാണ് അന്നത്തെ കാലത്ത് നമ്പൂരി ഇല്ലങ്ങളിലുള്ള, പ്രത്യേകിച്ചും വിധവകളായ സ്ത്രീകളുടെ ജീവിതം എന്ന് പറയുന്നത്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, സ്നേഹിക്കപ്പെടാതെ പാവം കുഞ്ഞു ഗൗരി, 16 വയസ്സല്ലേ ഉള്ളൂ, ആ ഇല്ലത്തിന്റെ ഒരു ഇരുണ്ട മുറിയുടെ കോണില് അവളുടെ ജീവിതം തളച്ചിടപ്പെടുകയാണ്. അവൾ ആശ്വാസം കണ്ടെത്തിയിരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനിലായിരുന്നു. അതാണ് എല്ലാവരുടെ ജീവിതത്തില് ആത്യന്തികമായിട്ടുള്ള ആ സന്തോഷം എത്തിച്ചേരുന്നത് ഭഗവാനെ അറിയുമ്പോഴാണ്. മുജന്മ സുഹൃതായിട്ട് ഗൗരിക്ക് ശ്രീകൃഷ്ണ ഭക്തി ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തില്, ആ ഇരുളടഞ്ഞു പോയ ജീവിതത്തില് ഗൗരി തളർന്നില്ല. ഗൗരിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട്, ആ ഹൃദയത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ആ ഹൃദയത്തില് ആ പ്രകാശസ്ഫുരണമായിട്ട് ഗൗരിയുടെ കൈകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യം പിന്നീട് അങ്ങോട്ട് ഗൗരി അന്തർജനത്തിന് ഉണ്ടാവുകയാണ്. ആ ഭക്തി ഗൗരി അന്തർജനത്തിന്റെ ജീവിതത്തിൽ എത്തിച്ചേരുമ്പോഴാണ് താൻ ഒറ്റയ്ക്കല്ല എന്നുള്ള ആ ഒരു ധൈര്യം ഗൗരിക്ക് ലഭിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ഭഗവാനെ പൂജിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുക, അതിൽ സന്തോഷം കണ്ടെത്തി ഭഗവാനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഗൗരി അന്തർജനം ജീവിക്കുകയാണ്. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന ആ വീട്ടില്, ആ ഇല്ലത്തുണ്ടായിരുന്ന മറ്റ് ആളുകൾക്ക് ഗൗരിയുടെ ഭക്തിയും ഈ പൂജയും ഈ പാട്ടുപാടലും ഒന്നും അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ഭക്തിയില് അലിഞ്ഞ് ജീവിക്കുകയായിരുന്നു ഗൗരി. ഏകാദശി വ്രതമൊക്കെ എടുക്കുമായിരുന്നു ഗൗരി. അങ്ങനെ മനസ്സ് കൂടുതൽ 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 ആ പവിത്രമായിട്ട് വന്നു, പ്യൂരിഫൈഡായി മാറുകയാണ് ഗൗരിയുടെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ശ്രദ്ധിക്കില്ല. ആ ഭഗവാനിൽ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് എല്ലാം ഭഗവാനിൽ സമർപ്പിക്കും. എന്തൊക്കെ കഷ്ടതകള്, പരിഹാസങ്ങള്, വേദനകള്, പീഡകളോ എന്തൊക്കെ സഹിക്കേണ്ടി വന്നു ഗൗരി അന്തർജനത്തിന്. പക്ഷെ അപ്പോഴൊക്കെയും അത് ചിരിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് എല്ലാം കൃഷ്ണ അങ്ങ് നോക്കിക്കൂളിലെ എന്നെ, ആ ഒരു ധൈര്യമാണ് ഗൗരി അന്തർജനത്തിന് ജീവിക്കാനുള്ള ഒരു പ്രേരകമായത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിധവയായി മാറിയ ഗൗരി അന്തർജനത്തിന് ഉണ്ണികളെ കാണുമ്പോഴൊക്കെ വളരെ സ്നേഹമാണ്. കാരണം ആ മാതൃത്വം, അതിന്റെ അനുഭൂതി അറിയാൻ സാധിച്ചിട്ടില്ല ഗൗരിക്ക്. അതുകൊണ്ട് തന്നെ കുട്ടികളെ, ചെറിയ മക്കളെയൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അവരെയൊക്കെ സ്വന്തം കുട്ടികളെ പോലെ ആ ഗൗരിയെ സ്നേഹിച്ചിരുന്നത്. അടുത്ത വീടുകളിലൊക്കെയുള്ള മക്കളൊക്കെ വരുമ്പോൾ അവർക്ക്
ആ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഭഗവാനെ കൃഷ്ണനെ കാണുന്ന പോലെ, ഉണ്ണിക്കണ്ണനെ കാണുന്ന പോലെയാണ് കുട്ടികളെ കാണുമ്പോൾ. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഗൗരിക്ക്. അങ്ങനെ പതിയെ 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 കുറൂരില്ലത്തിലെ മൂത്ത അന്തർജനമായ ഗൗരി കുറൂരമ്മ എന്ന പേരിൽ അറിയപ്പെടുകയാണ്. കാരണം എല്ലാവർക്കും അമ്മയാണ്, ഒരു അമ്മയുടെ വാത്സല്യമാണ് എല്ലാവർക്കും കുറൂരമ്മയുടെ അടുത്തുനിന്ന് കിട്ടുന്നത്. എല്ലാവരെയും മക്കളായിട്ട് കാണുകയാണ്. എല്ലാവരെയും ആ ഉണ്ണിക്കണ്ണന്റെ രൂപത്തില് എല്ലാവരെയും സ്വന്തം മക്കളായിട്ട് കണ്ട് സ്നേഹിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ മനസ്സുള്ള സ്ത്രീകൾക്ക് അതിന് സാധിക്കുകയുള്ളൂ. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. കുറൂരമ്മയ്ക്ക് ഒരു മധ്യവയസ്സായി. അങ്ങനെ ഇരിക്കുമ്പോ കൂടെയുള്ള ഇല്ലത്തുള്ളവർക്കൊന്നും കുറൂരമ്മയോട് വലിയ പ്രിയമൊന്നുമില്ല. അവരെന്തൊക്കെ ചെയ്താലും കുറൂരമ്മ അത് വലുതായിട്ട് കാര്യമാക്കൂല. കാരണം കുറൂരമ്മയ്ക്ക് ധൈര്യമാണ്, ഭഗവാൻ കൂടെ ഉണ്ട്. ഭഗവാൻ കൂടെ ഉള്ളപ്പോ ആരെന്ത് പറഞ്ഞാലും എന്ത് പേടിക്കണം. അങ്ങനെ തൃശ്ശൂരിനടുത്ത് തന്നെ അടാട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു പുതിയ വലിയൊരു ഇല്ലം അവര് പണിയും. അപ്പൊ കുറൂർ ഇല്ലത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം ആ ഇല്ലത്തിലേക്ക് പോകാൻ തീരുമാനിക്കും. പക്ഷെ കുറൂരമ്മയെ കൂട്ടാൻ ആർക്കും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ആ കുറൂരമ്മ കൂടെ വരണ്ട എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും തീരുമാനം. അങ്ങനെ കുറൂരമ്മയെ ആ ഇല്ലത്തിൽ ഒറ്റയ്ക്ക് വിടുന്നു. മാത്രല്ല കുറൂരമ്മയുടെ സഹായത്തിന് വേണ്ടിയിട്ട് ഒരു സഹായിയായിട്ടൊരു സ്ത്രീയെ, അവരുടെ പേര് ലക്ഷ്മി എന്നായിരുന്നു, ആ സ്ത്രീയെ കൊടുത്തിട്ട് അവരെല്ലാവരും ആ അടാട്ട് ഇല്ലത്തിലേക്ക് പോവുകയാണ്. കുറൂരമ്മ മാത്രം ഒറ്റപ്പെടുകയാണ് ആ ഇല്ലത്തില്. ഒറ്റപ്പെടലിന്റെ വേദന, ദുഃഖം എന്ന് പറയുന്നത് വലിയൊരു ദുഃഖമാണെങ്കിൽ പോലും കുറൂരമ്മയ്ക്ക് അത് വലിയ ദുഃഖമായിട്ട് തോന്നിയില്ല. കാരണം കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കാനുള്ള മാർഗമായിട്ടാണ് കുറൂരമ്മ അതൊക്കെ കണ്ടിരുന്നത്. കുറച്ചും കൂടി തന്റെ ഭക്തിയിൽ അലിഞ്ഞു ചേരാനുള്ള സാഹചര്യം, ഒറ്റയ്ക്കേ ഉള്ളൂ, ആ സദാഭഗവാന്റെ നാമമൊക്കെ ജപിക്കാം, കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തോടു കൂടി ഭഗവാനെ പൂജിച്ച് അങ്ങനെ ഈ കുറൂരിടത്തിൽ കഴിഞ്ഞുകൂടാം. അങ്ങനെ തന്റെ ജീവിതത്തില് അതീവ സന്തുഷ്ടയായിട്ട് തന്നെ കുറൂരമ്മ ജീവിക്കുകയാണ്. സഹായിയായി ലക്ഷ്മി ഉണ്ട്. ലക്ഷ്മിയുടെ ഒരു മകനുണ്ടായിരുന്നു, മാധവനെ സ്വന്തം മോനെ പോലെയാണ് കുറൂരമ്മ നോക്കിയിരുന്നത്. എല്ലാവർക്കും കുറൂരമ്മയെ വളരെ ഇഷ്ടമാണല്ലോ, അമ്മയുടെ സ്നേഹാണ്. മാത്രല്ല ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങള്, കാഴ്ചക്കൊല അല്ലെങ്കിൽ തേങ്ങ ഒക്കെ കൊണ്ടു കൊടുക്കും കുറൂരമ്മയ്ക്ക് ഇടയ്ക്കൊക്കെ. അപ്പൊ ആരെങ്കിലും ഒക്കെ പുറത്തൊന്നും ഇറങ്ങില്ല. കുറൂരമ്മ ഇല്ലത്ത് മാത്രമാണ് നിൽക്കുക. സഹായിയായിട്ട് മാധവനോ ലക്ഷ്മിയോ ഒക്കെയാണ് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുന്നത്. കുറൂരമ്മയ്ക്ക് പുറത്തേക്ക് ഇറങ്ങില്ല, സദാ ഇല്ലത്തിനുള്ളിൽ തന്നെയാണ്. അപ്പൊ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും സഹായമൊക്കെ കൊണ്ടുവരും, അമ്മയെ കാണാൻ വേണ്ടി വരും ഇടയ്ക്കൊക്കെ. കാരണം ഇത്രയും വലിയ കൃഷ്ണഭക്തയാണ്, വളരെ നല്ല മനസ്സാണ്, വളരെ സ്നേഹമാണ്, അമ്മയുടെ സ്നേഹമാണ് കിട്ടുക. അപ്പൊ അങ്ങനെ ആളുകൾ ഇടയ്ക്ക് കാണാൻ വരും കുറൂരമ്മയെ. അപ്പൊ ആരെങ്കിലും ഒക്കെ കാണുമ്പോ തന്നെ കുറൂരമ്മ കരയും. ആരെങ്കിലും കണ്ടാൽ തന്നെ കുറൂരമ്മ കരഞ്ഞു. കാരണം അത്രയും മനസ്സ് വളരെ നിഷ്കളങ്കം പവിത്രമായി മാറിക്കഴിഞ്ഞു. ഭഗവാനെ ഓർക്കുമ്പോ തന്നെ, ഭഗവാന്റെ കീർത്തനം ആരംഭിക്കുമ്പോ തന്നെ കുറൂരമ്മയുടെ കണ്ണിന്ന് ഇങ്ങനെ ആ ഭക്തിയുടെ നിർവൃതിയില് കണ്ണുനീര് വരും. അപ്പൊ ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുമ്പോഴും അവരൊക്കെ കൃഷ്ണൻ പറഞ്ഞു വിടുന്ന ആൾക്കാരാണ്, ഭഗവാൻ പറഞ്ഞു വിടുന്ന ആൾക്കാരാണെന്നുള്ളൊരു ചിന്തയാണ് കുറൂരമ്മയ്ക്ക്. തന്നെ സഹായിക്കാൻ വേണ്ടി ഭഗവാൻ വിടുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പൊ അവരെ കാണുമ്പോ തന്നെ കുറൂരമ്മ കരയാ ചെയ്യാം. ഗീതയോ ഉപനിഷത്തോ വേദമന്ത്രങ്ങളോ വലിയ വലിയ കാര്യങ്ങളൊന്നും കുറൂരമ്മയ്ക്ക് അറിയില്ല. ഭക്തി മാത്രമേ കൈമുതലായിട്ടുള്ളൂ. ഏകാദശി വ്രതം മുടങ്ങാതെ ആചരിക്കും. എല്ലാ മാസത്തെയും 2 ഏകാദശി പച്ചവെള്ളം പോലും കുടിക്കാതെ കുറൂരമ്മ എടുക്കുമായിരുന്നു. എങ്ങനെയാ എടുക്കാന്ന് വെച്ചാല് ദിവസമൊന്നും അറിയില്ല, ആ ദിവസക്കണക്കൊന്നും അറിയില്ല കുറൂരമ്മയ്ക്ക്. 15 കല്ലുകൾ എടുത്തു വെക്കും. എന്നിട്ട് ഓരോ ദിവസവും ഓരോ കല്ല് മാറ്റും. എന്നിട്ട് 15ാമത്തെ കല്ല് മാറ്റുന്ന ദിവസമാണ് കുറൂരമ്മ ഏകാദശിയായിട്ട് ആചരിക്കുക. അല്ലാതെ പഞ്ചാംഗവും ഒന്നും നോക്കാൻ അതൊന്നും അറിയില്ല കുറൂരമ്മയ്ക്ക്. അപ്പോ ഭക്തിഗാനങ്ങളെ, കീർത്തനങ്ങൾ തന്നെ ഭഗവാനെ പറ്റിയിട്ട് സ്വന്തം വാക്കുകളായിട്ട്, സ്വന്തം മനസ്സിൽ വരുന്ന ആ വാക്കുകൾ അങ്ങനെ പാടുകയാണ്, ഭക്തി സൂക്തങ്ങളായിട്ട് പാടുക ചെയ്യാം. അങ്ങനെ ഒരിക്കല് ഏകാദശി വ്രതം എടുക്കുകയാണ് കുറൂരമ്മ. ആ സമയത്ത് വളരെ ദൂരത്ത് നിന്ന് 2 ബ്രാഹ്മണര്, വളരെ ജ്യോതിഷ പണ്ഡിതരായിട്ടുള്ള 2 ബ്രാഹ്മണര് കുറൂരില്ലത്തിലെത്തും. അപ്പോ കുറൂരമ്മയ്ക്ക് വളരെ സങ്കടാവും. കാരണം ഏകാദശി ദിവസം ഭക്ഷണം ഒന്നും ഉണ്ടാക്കില്ല കുറൂരമ്മ. അന്ന് പൂർണ്ണ ഉപവാസമാണല്ലോ. അപ്പൊ ഈ ബ്രാഹ്മണരോട് പറയും, അയ്യോ ഇന്ന് ഏകാദശി ആണല്ലോ, നിങ്ങൾക്ക് ഒന്നും ഭക്ഷണം തരാൻ നിർവാഹമില്ല, ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ബ്രാഹ്മണര് പറയും, അവര് വലിയ പണ്ഡിതരാണ്, ജ്യോതിഷ പണ്ഡിതരാണ്. അപ്പൊ അവര് പറയും, അതിന് ഇന്ന് ഏകാദശി അല്ലല്ലോ,
നാളെയാണല്ലോ ഏകാദശി. അപ്പൊ കുരൂരമ്മ പറയും, അല്ല, ഇന്നാണ് ഏകാദശി, നിങ്ങളൊന്ന് നോക്കൂ. അപ്പൊ അവര് ഈ അവരുടെ ജ്യോതിഷ സാമഗ്രികളൊക്കെ വെച്ചിട്ട് അവര് നോക്കാണ്. അപ്പൊ നോക്കുമ്പോ ശരിയാണല്ലോ, ഇന്നാണ് ഏകാദശി. കുരൂരമ്മ, അയ്യോ നമുക്ക് തെറ്റിപ്പോയി, എത്ര വലിയ പണ്ഡിതരായിരുന്നു, എന്നിട്ട് അവർക്ക് തെറ്റിപ്പോയി, അവരുടെ കണക്കൂടല് തെറ്റി. അപ്പോ പറയും, സാരില്ല കുരൂരമ്മേ, ഞങ്ങൾ അടുത്ത ഇല്ലത്തുനിന്ന് ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവർ അടുത്ത ഇല്ലത്തിലേക്ക് പോകും. അടുത്ത ഇല്ലത്തിലേക്ക് പോകുമ്പോ ആ ഇല്ലത്തെ അമ്മ അവരെ സ്വീകരിച്ച് ഇരുത്തിയിട്ട് പറയും, ഞാൻ ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോ ഇവര് ചോദിക്കും, അമ്മയ്ക്ക് ഏകാദശി ഇല്ലേ എന്ന് ചോദിക്കുമ്പോ പറയും, ഈ ഏകാദശി നാളെയല്ലേ, ഇന്നല്ലല്ലോ ഏകാദശി. അപ്പോ പണ്ഡിതര് പറയാം, അല്ലല്ല, ഞങ്ങളും അങ്ങനെ തെറ്റിദ്ധരിച്ചു, കുറൂരില്ലത്ത് ചെന്നപ്പോ അമ്മ പറഞ്ഞു ഇന്നാണ് ഏകാദശി. അപ്പൊ ഞങ്ങളിത് പഞ്ചാംഗത്തിൽ നോക്കുകയും ചെയ്തപ്പോ ഇന്ന് തന്നെയാണ്. ആ ഇല്ലത്തിൽ അമ്മ പറയും, ഒന്നും കൂടി ഒന്ന് നോക്കുമെന്ന് പറയുമ്പോ അവരെ പിന്നെയും പഞ്ചാംഗമൊക്കെ നിവർത്തി വെച്ച് നോക്കുമ്പോ നാളെയാണ് ഏകാദശി. അപ്പൊ അവർക്ക് വളരെയധികം ആശങ്കയാവും, കുറൂരില്ലത്ത് നിന്ന് ഇപ്പൊ നോക്കിയതില്ലല്ലോ, അപ്പോ ഇന്നാണെന്ന് കണ്ടല്ലോ. അവർ തിരിച്ച് വീണ്ടും കുറൂരില്ലത്തിലേക്ക് പോവാണ്. എന്നിട്ട് കുറൂരില്ലത്തിൽ പോയിട്ട് പിന്നെയും പഞ്ചാംഗമൊക്കെ നിവർത്തി അവര് എല്ലാ കണക്കൊക്കെ കൂട്ടി നോക്കുമ്പോ അവിടെ ചെല്ലുമ്പോ ഇന്ന് തന്നെയാണ് ഏകാദശി, അന്ന് തന്നെയാ ഏകാദശി. അവരാകെ അത്ഭുതപ്പെടുകയാണ്. ഒരു കുറൂരമ്മയുടെ ഭക്തിയുടെ ആ ഒരു മഹത്വം. അതുകൊണ്ടാണ് ഒന്നും അറിയില്ല, നിഷ്കളങ്കയാണ്, വലിയ വിദ്വാനല്ലാത്ത പൂന്താനത്തിനെ മറ്റുള്ള വിദ്വാൻമാര് കളിയാക്കുമ്പോ അവിടെയൊക്കെ ഇടപെട്ട് അദ്ദേഹത്തെ സഹായിക്കുമായിരുന്നല്ലോ ശ്രീകൃഷ്ണൻ. അതുപോലെ തന്നെ പാവം കുറൂരമ്മയെ ഇതുപോലെ സഹായിക്കുകയാണ്. കുറൂരമ്മയുടെ ആ ഭക്തി കൊണ്ട് ഭഗവാൻ ഏകാദശി ദിനം തന്നെ ആ കുറൂരില്ലത്തില് പ്രവേശിക്കുമ്പോ മാത്രം ഏകാദശി ദിനം എന്നാണോ കുറൂരമ്മ ആചരിക്കുന്നത്, ആ ദിവസമാണ് ഏകാദശി കുറൂരില്ലത്തിൽ. അതുപോലെ വേറെയും പലതരത്തിലുള്ള അത്ഭുതങ്ങള് കുറൂരില്ലത്തില് വെച്ചിട്ട് പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കുറൂരമ്മയുടെ ഖ്യാതി ആ നാട്ടിലാകെ പരക്കുന്നത്. ഒരിക്കൽ ഒരാള് വലിയ വയറുവേദനയൊക്കെ കൊണ്ട് ഒരിക്കൽ കുറൂരില്ലത്തിലേക്ക് എത്തും. അപ്പോ കുറൂരമ്മ ചോദിക്കും, എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഗുരുവായൂരിൽ പോയിട്ട് വില്ലുമംഗലം സ്വാമിയാരെ കണ്ടു. സ്വാമിയാര് പറഞ്ഞു, ഞാൻ മുജ്ജന്മത്തിൽ വലിയ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രോഗം എനിക്ക് വന്നത് എന്ന് പറയും. അപ്പൊ കുറൂരമ്മ പറയും, സാരല്യ, വിഷമിക്കണ്ട, എല്ലാം മാറ്റുന്ന വാതാലയേശന്റെ അടുത്തല്ലേ എത്തിയിരിക്കുന്നത്, അദ്ദേഹം രക്ഷിക്കും. പോയിട്ട് ആ അമ്പലക്കുളത്തിൽ ഒന്ന് കുളിച്ചിട്ട് ഇവിടെ വരൂ, ഞാൻ നല്ല ഭക്ഷണം ഭഗവാന് വെച്ച നല്ല പ്രസാദം ഉണ്ട്, അത് തരാം, അത് കഴിക്കുമ്പോഴേക്കും അങ്ങയുടെ വയറുവേദന ഒക്കെ മാറും എന്ന് പറയും. വയറുവേദന, അസഹ്യമായ വയറുവേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്ക് കുറൂരമ്മയുടെ സാന്ത്വനം, ആ അമ്മയുടെ ആ മാതൃവാത്സല്യത്തോട് കൂടിയിട്ടുള്ള ആ സാന്ത്വനം, മാത്രമല്ല ഭക്തിപൂർവമായിട്ട് ആ ഭഗവാനിൽ ഉറച്ചുള്ള വിശ്വാസത്തോട് കൂടിയിട്ടുള്ള കുറൂരമ്മയുടെ സംസാരം, അതൊക്കെ കേൾക്കുമ്പോ വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നുകയാണ്. കുറൂരമ്മയുടെ വാക്കുകളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എത്തുകയാണ് അദ്ദേഹം. അങ്ങനെ കുറൂരമ്മ പറഞ്ഞത് അനുസരിക്കുകയാണ്. നേരെ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ അമ്പലക്കുളത്തിൽ പോയിട്ട് നന്നായിട്ടൊന്ന് കുളിക്കും. എന്നിട്ട് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ കുറൂരില്ലത്തിൽ വന്ന് കുറൂരമ്മ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ആ വയറുവേദന മാറുകയാണ്. അപ്പോ അത്ഭുതപ്പെടുകയാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം ഓടി ഗുരുവായൂർ ചെന്ന് വില്ലുമംഗലം സ്വാമിയാരോട് പറയും, എന്റെ വയറുവേദന മാറി, എല്ലാത്തിനും കാരണം കുറൂരമ്മയാണ്. കുറൂരമ്മ പറഞ്ഞതുപോലെ ഞാൻ അനുസരിച്ചതുകൊണ്ട് രോഗം ഭഗവാൻ മാതാലേശൻ ശ്രീ ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിച്ചു. ആ പരമഭക്തയായിട്ടുള്ള കുറൂരമ്മയിലൂടെ എനിക്കും ഭഗവാന്റെ ആ അനുഗ്രഹം എനിക്കും ലഭിച്ചു. അപ്പോ വില്ലുമംഗലം സ്വാമിയാർ അത്ഭുതപ്പെടുകയാണ്. ആ വില്ലുമംഗലം സ്വാമിയാർക്ക് ഭഗവത് ദർശനം കിട്ടുന്ന ആളാണ്. ഗുരുവായൂരപ്പൻ നേരിട്ട് സംസാരിക്കും പൂജാ സമയത്ത്. അതായത് വില്ലുമംഗലം സ്വാമിയാർ വലിയ ജ്ഞാനിയാണ്, വലിയ യോഗിയാണ്. എല്ലാ ദേവീ ദേവന്മാരെയും ഉപാസന ചെയ്തിട്ട് പ്രത്യക്ഷപ്പെടുത്താനുള്ള കഴിവുള്ള ആളാണ്. ഗുരുവായൂരപ്പനോട് നേർക്ക് നേർക്ക് സംസാരിക്കാൻ സാധിക്കും. വലിയ ഭക്തനാണ്.